അതിനുശേഷം SIയുടെ സംസ്ഥാന സെക്രട്ടറി, കഴിഞ്ഞ മീക്കാത്തിലെ SIയുടെ സോൾഡാരിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. അതിൻ്റെ ഇടവേളയിൽ കുറച്ചു കാലം വിദേശത്തൊക്കെയായി. യൂത്ത് ഇന്ത്യ, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ കടന്ന് ഇപ്പോൾ സോൾഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സോൾഡാരിറ്റിയുടെ പുതിയ കാലത്ത് ഒരുപാട് പോരാട്ടങ്ങൾക്കും ഒരുപാട് കാൽവെപ്പുകൾക്കും പുതിയൊരു ഭാവത്തിലേക്ക് സോളിഡാരിറ്റിയെ നയിച്ചുകൊണ്ടിരിക്കുന്നതിൽ വളരെ ത്യാഗപൂർണമായ ശ്രമം നടത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട നേതാവാണ് തൗഫീഖ് സാഹിബ്. ഏറ്റവും സോളിഡാരിറ്റിയുടെ കുറേ കാലത്തെ മുദ്രാവാക്യങ്ങളോട് ചേർത്ത് നിൽക്കുന്ന സക്കരിയയുടെ മോചനത്തിലേക്ക് വരെ നടത്താൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ മുന്നിൽ നിന്ന് നയിക്കുക, അതിനുവേണ്ടി ജീവിതത്തെ വല്ലാതെ മാറ്റിവെച്ച നമ്മളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നമുക്ക് ധാരാളം അന്വേഷിക്കുവാനും ചോദിക്കുവാനും ഒക്കെ ധാരാളമുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് എത്തുക എന്നത്, അതിനു വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുക, അതിനുവേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുക എന്നത് വലിയ ഒരു നമുക്കറിയാം. നമ്മളൊക്കെ തിരക്കുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ തന്നെ നമുക്ക് വന്നെത്തിച്ചേരുന്ന എത്രയോ ഇടവേളകൾക്ക് ശേഷം ഇത്തരം പ്രോഗ്രാമിൽ വന്നെത്തിയ ആളുകളായിരിക്കും. ജീവിതത്തിൽ തന്നെ മുഴുവൻ സമയവും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച മനുഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ. നമ്മളുടെയൊക്കെയും പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ഇമാമുൻ ആദിൽ ഷാബുൻ നഷഅഫി ഇബാദില്ല എന്നതാണ് നമ്മളുടെ ടൈറ്റിൽ. അതിൽ തന്നെയും പ്രധാനപ്പെട്ടതാണ് ഇമാമുൻ ആദിൽ. നമ്മളെല്ലാവരും കുല്ലുകുൻ റാഇൻ മസ്ഊലുൻ അൻ റഅിയതിഹി, നമ്മളൊക്കെയും ആ അർത്ഥത്തിൽ നമ്മളൊക്കെയും നേതാക്കന്മാരാണ്, നമ്മളൊക്കെയും ഇമാമുമാരാണ്, നേതാക്കന്മാരാണ്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും നേതൃപരമായി പങ്കുവഹിക്കുന്ന നമ്മളുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള തൗഫീഖ് സാഹിബാണ് നമ്മളോട് സംസാരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് സാഹിബിനെ നിങ്ങളെല്ലാവരോടും സംസാരിക്കുവാനും തൗഫീഖ് സാഹിബിയുടെ അന്വേഷണങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെയുള്ള അവസരമാണ് പരമാവധി ഉപയോഗപ്പെടുത്തുക. സോൾഡാരിറ്റിയെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്തുള്ള ചിലപ്പോൾ പബ്ലിക് സ്റ്റേജുകളിൽ പറയാൻ കഴിയാത്ത പലതും നമുക്ക് പ്രസിഡന്റിനോട് അന്വേഷിക്കാനുണ്ടാവും. ഇതൊക്കെയും അന്വേഷിക്കുക. സോൾഡാരിറ്റിയുടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അന്വേഷിച്ച് മനസ്സിലാക്കാനൊക്കെയുള്ള അവസരമാണ്, അത് ഉപയോഗപ്പെടുത്തുക. തൗഫീഖ് സാഹിബിനെ വിളിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മമ്പാട് സാഹിബിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഏറെ പ്രിയപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാന മാർഗത്തിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇരിക്കുമ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്നൊരു വേർതിരിവില്ലാതെ നമ്മൾ ഒരുമിച്ച് ചില കാര്യങ്ങൾ പറയുകയും പങ്കുവെക്കുകയും ചെയ്യുക എന്നത്, കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ തന്നെ അജണ്ടയിലും പദ്ധതിയിലും ഉൾപ്പെടുത്തേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. സോൾഡാരിറ്റിയെ സംസ്ഥാന തലത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന നേതാക്കൾക്ക് അതിൻ്റെ ജില്ലയിലെയും പ്രാദേശിക തലങ്ങളിലെയുമൊക്കെ ധീരരായ സഹപ്രവർത്തകരോടൊപ്പം ഇരിക്കുമ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടും, അനുഭവങ്ങൾ കിട്ടും, തിരിച്ചറിവുകളുണ്ടാകും, വൈകാരികമായ നിമിഷങ്ങളുണ്ടാകും. അതുപോലെ ഒന്നാവും ഇൻഷാ അല്ലാഹ് നമ്മുടെ യൂത്ത് സമ്മിറ്റ് എന്നതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ള സഹപ്രവർത്തകർ നേരത്തെ സ്വാഗതത്തിലും അധ്യക്ഷ സംസാരത്തിലുമൊക്കെ പറഞ്ഞതുപോലെ
ആഴ്ചയിൽ കിട്ടുന്ന ഒരു ദിവസമാണ് നമ്മളിങ്ങനെ പ്രസ്ഥാന പ്രവർത്തനത്തിന് വേണ്ടി പകലിലെ പൂർണ്ണമായ സമയങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നന്നായിട്ട് അതിനെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട്, നമുക്കറിയാം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഈ ഒരു പ്രവർത്തന സമയത്ത് പ്രത്യേകം വീണ്ടും ആവർത്തിച്ച് നമ്മുടെ പ്രവർത്തകരോട് പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു സുഹബത്തിൻ്റെ, ചേർന്ന് നിൽക്കലിൻ്റെ, സഹവാസത്തിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ ഒരു പ്രവർത്തന കാലയളവാണ് എന്നുള്ളത്. ഒരു പ്രവർത്തകൻ്റെ വിഷമം നമ്മുടെ വിഷമമാണ്, ഒരു പ്രവർത്തകൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്, ഒരു പ്രവർത്തകൻ്റെ പ്രയാസം നമ്മുടെ പ്രയാസമാണ്. ആ പ്രയാസങ്ങൾ ലഘൂകരിക്കുവാനും ദൂരീകരിക്കുവാനും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കും. ആ പ്രവർത്തകനെ ചേർത്ത് നിർത്തും, അവനെ കേൾക്കും. ഇങ്ങനെയാണ് നമ്മൾ കേരളത്തിലുടനീളം സോളിഡാരിറ്റി പ്രവർത്തകരുടെ ഒരു അടയാളമായിട്ട് നമ്മളെക്കുറിച്ചിട്ട് വിശേഷിപ്പിക്കാറുള്ളത്. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ പാഠശാലയിലെ സ്വഹാബികളെ കണ്ടിട്ടാണ് നമ്മളത് പറയാറുള്ളത്. അങ്ങനെ സ്വന്തം വിഷമങ്ങൾ ഇറക്കി വെക്കാൻ, സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, ആഹ്ലാദങ്ങളിൽ ചേർന്ന് നിൽക്കാൻ, ദുഃഖനിമിഷങ്ങളിലും സങ്കട നിമിഷങ്ങളിലും കൂടെ നിന്ന് ആശ്വസിപ്പിക്കുവാൻ നമുക്ക് ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിലെ നമ്മുടെ സഹപ്രവർത്തകരാണ്. ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ സ്വഭാവത്തിൽ ഈ പ്രസ്ഥാനത്തെ തേടി പ്രതീക്ഷിച്ച് വന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അവരെയൊക്കെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരാനും നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും മാനസികമായി കൊണ്ട് അവരോട് അടുപ്പം സൂക്ഷിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയുക എന്ന് പറയുന്നതും സോളിഡാരിറ്റിയിൽ അണിനിരുന്ന ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം MI സാഹിബിൻ്റെ സംസാരത്തിൽ ഷാബുൻ നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളർന്ന ഒരു യുവാവ് നമ്മളെ എഴുന്നേൽപ്പിച്ച് നിന്നിട്ട് നമ്മൾ പ്രതിജ്ഞ എടുത്തു. അത് നമ്മളടക്കം ഇവിടെ സ്റ്റേജിൽ ആ സമയത്തുണ്ടായിരുന്ന നേതാക്കളടക്കം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുത്തു. അതൊരു തമാശയ്ക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞയല്ല. നമ്മൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നത് സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വർഗത്തിലുണ്ടാവണം. ആ സ്വർഗം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അഹോരാത്രം പണിയെടുക്കും. കിട്ടാവുന്ന എന്തൊക്കെ സാധ്യതകളുണ്ടോ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ സമയങ്ങളിൽ ഉംറ യാത്ര നിർവഹിച്ച സമയങ്ങളിൽ ചില സഹാബികളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിരുന്നു. കാരണം വെച്ചാൽ മക്കളിൽ സഹാബികൾ വളർന്ന മണ്ണ്, മദീനയിലെ സഹാബികൾ വളർന്ന മണ്ണൊക്കെ നമ്മളവിടെ കാലുകുത്തി നിൽക്കുകയാണല്ലോ. അപ്പം ചില സഹാബികൾ എന്ന് പറഞ്ഞാൽ സ്വർഗം ഇങ്ങനെ കണ്ട്, മനസ്സിലിങ്ങനെ കണ്ട്, അതിന് കിട്ടുന്ന ഏതവസരവും നമുക്ക് ചിലപ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യൂല. പക്ഷെ അവിടെ നിന്നിട്ട് ഇപ്പോൾ മണിയറയിലേക്ക് ആദ്യ രാത്രിയിൽ യുദ്ധത്തിലേക്കുള്ള വിളി വന്നപ്പം എന്നാൽ സ്വന്തം ഇണയോട് ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം, യുദ്ധത്തിലേക്കുള്ള വിളി വന്ന്, ഇത് നമ്മളായിക്കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. വിവാഹം കഴിഞ്ഞതിൻ്റെ ആദ്യ രാത്രി മണിയറയിൽ കൂടേണ്ടുന്നൊരു സമയം, ഒരുപാട് മോഹങ്ങൾ ഉണ്ടാവുമല്ലോ, കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മോഹങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ നിക്കാഹ് ചെയ്ത് നമ്മുടെ ഇടയിലേക്കൊരു പെൺകുട്ടി വന്ന് യഥാർത്ഥത്തിൽ കല്യാണത്തിൻ്റെ ആ സമയങ്ങളും ആ ദിവസങ്ങളും ആ സമയത്താണ് യുദ്ധത്തിലേക്ക് വിളി വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പം ഞാൻ മരിച്ചാൽ എന്താ കിട്ടുകയെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, ഇപ്പം മരിച്ചാൽ സ്വർഗം കിട്ടും. അപ്പോഴാണ് കാരക്ക, ചവച്ചുകൊണ്ടിരിക്കുന്ന കാരക്ക പുറത്തേക്ക് തുപ്പി വലിച്ചെറിഞ്ഞിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില സഹാബികളുണ്ട്. അപ്പോൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാഹരണം. അപ്പം സ്വർഗം, മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയ്ക്ക് പോകുമ്പോൾ നമ്മളെ ഏജാണ്, ഒരു സോൾഡാറ്റിക്കാരൻ്റെ പ്രായം. യുദ്ധത്തിന് വേണ്ടിയിട്ട് മണിയറയിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നത് 27-ാമത്തെ വയസ്സിലാണ്. ആ സ്വഹാബിക്ക് 27 വയസ്സുണ്ടായത്. കാരക്ക തിന്നുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ചവച്ച് നിൽക്കാൻ എനിക്ക് സമയമല്ല, ഞാനും സ്വർഗം അത്ര അടുത്താ. ആ സഹാബിൻ്റെ പ്രായം 32 വയസ്സാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം ചരിത്രകാരന്മാർ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 35 വയസ്സിൻ്റെ താഴെയാണ്. 21 വയസ്സൊന്നും 23 വയസ്സൊന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സോൾഡാറ്റിക്കാരൻ്റെ പ്രായമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, സ്വർഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് സ്വർഗം മുന്നിൽ കണ്ട്, അത് കിനാവ് കണ്ട്, അതിന് തേടി,
ആ സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് കിട്ടാവുന്ന എല്ലാ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുക അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അങ്ങനെ സ്വർഗം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരുടെ സംഘം, അതാണ് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല. അതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്നൊരു പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ വെറുതെ അല്ല, ബോധപൂർവമല്ല, നമ്മൾ അണിനിരക്കുന്ന ഇതൊരു സംഘടനയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്, ഒരു സംശയം അതിലില്ല. നമുക്കുണ്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നിർവഹിക്കാനുണ്ട്. ഓരോ വർഷവും നിലവിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സാഹചര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് നമ്മൾ കൃത്യമായി കൊണ്ടുള്ള ലൈന് കാണും. ഇതിൻ്റെ ഫേസ് എങ്ങനെ ആവണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. അതേസമയം തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൽ അണിനിരക്കുന്ന ആളുകളുടെ സ്വർഗം നേടിയെടുക്കുക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ അണിനിരന്ന ആളുകൾ അവർ ജീവിതത്തിൽ വിശുദ്ധിയുള്ള ആളുകളാണ്. ജീവിതത്തിൽ ഒരു പക്ഷേ എണ്ണത്തിൽ കുറവായിരിക്കും. നമുക്കിപ്പം സോളിഡാരിറ്റി സംസ്ഥാന തലത്തിൽ ഇതുപോലെ തന്നെ ഒരു സമ്മിറ്റ് നടത്തിയാൽ ചിലപ്പം 1000-ൽ താഴെ ഒരു യുവാക്കളെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ 1000 പോരുന്ന യുവാക്കളും 10,000 യുവാക്കളുടെ കാമ്പും കാതിലായിട്ടുണ്ടാവും. അവരുടെ വിശ്വാസം അത്രയായിരിക്കും. കാരണം നമ്മളതിൽ അണിനിരന്നിട്ടുള്ള യുവാക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാവിലത്തെ പ്രഭാതം സുബഹി ജമാഅത്തോടു കൂടിയിട്ടാവണം എന്ന് കേരളത്തിൽ പഠിപ്പിക്കുന്ന ഏതൊരു യുവജന പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മാത്രമാണ്. നമ്മൾ വെറുതെ പറയല്ല, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പറയുമല്ലോ, നിങ്ങൾ പല സ്വഭാവത്തിൽ നമ്മളൊരു പേരിടും, ഫജ്ർ ടീ എന്ന് പേരിടും, അല്ലെങ്കിൽ നമ്മുടെ രാത്രിയിൽ നമ്മുടെ സുബഹിൻ്റെ സമയങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ പല സ്വഭാവത്തിൽ ആവിഷ്കാരം നടത്തും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിലേക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീനിയായും ഈമാനികമായി കൊണ്ടുള്ള കരുത്തും കൂടി നേടിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമാക്കിയിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മാറണം. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക്, ആ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് മുഴുവൻ കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവണം, ഇസ്സത്ത് ഉണ്ടാവണം, ദീനീപരമായി കൊണ്ടുള്ള അടിത്തറകൾ നിന്നുകൊണ്ടുള്ളൊരു ജീവിതം വേണം, അവർ ബാലൻസ്ഡ് ആയിക്കൊണ്ടുള്ള ലൈഫാവണം. കാരണം നമുക്കൊരു പോരാട്ടം നടത്താനുണ്ട്. ആ പോരാട്ടത്തിന് പറ്റുന്ന വിധത്തിൽ യൂത്തിനെ മാറ്റിയെടുക്കണം. അപ്പോൾ അവരുടെ നമസ്കാരം, അവരുടെ ആരാധനകൾ, അവരുടെ ചിന്തകൾ, അവരുടെ ധാർമ്മിക ജീവിതങ്ങൾ, അവരുടെ സാമ്പത്തിക ജീവിതങ്ങൾ, അവരുടെ രഹസ്യ ജീവിതങ്ങൾ, അവരുടെ പരസ്യ ജീവിതങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, ഇത് മുഴുവൻ എങ്ങനെയാണോ ഒരു ഇസ്ലാമും ദീനും എങ്ങനെയാണോ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ യുവാക്കളെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുക, അതിനു വേണ്ടിയിട്ട് വ്യത്യസ്ത ആവിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് നടത്തുന്നത്. ധൈര്യത്തിൽ ഇത് നമുക്ക് പറയാം. രണ്ടാമത് എംഐൻ്റെ സംസാരത്തിൽ അവസാനം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു, എന്താണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ചാൽ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തമായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതാണ്. പോയിട്ട് നമ്മൾ ഒരാളെ ക്ഷണിക്കണം. നമ്മുടെ കൂടെ സഹവസിക്കുന്ന ആളുണ്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുണ്ട്, നമ്മുടെ കൂടെ ടർഫിൽ വരുന്ന ആളുണ്ട്, നമ്മുടെ കൂടെ ജിമ്മിൽ വരുന്ന ആളുണ്ട്, നമ്മുടെ കൂടെ അങ്ങാടിയിൽ വർത്തമാനം പറയാനിരിക്കുന്ന ആളുണ്ട്, നമ്മുടെ കൂടെ പ്രഭാതത്തിൽ ചായക്ക് വരുന്ന ആളുണ്ട്, നമ്മൾ ജോലി സ്ഥലത്ത് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ബിസിനസ്സിൽ പാർട്ട്ണറുണ്ട്. പക്ഷെ സോൾഡാറ്റിക്കാരല്ല, ദീനിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവില്ല. ഒരു വർഷം അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുവെ 2000 ഉമറിനെ കൊണ്ട് ഇതിനെ ശക്തിപ്പെടുത്തണേ എന്ന് റസൂലിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. റസൂൽ അങ്ങേയറ്റം ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഉമറിനെ കിട്ടിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്നൊരു സാമൂഹികമായ മാറ്റം, അതുണ്ടാക്കുന്നൊരു വലിയ പുരോഗതി ഉണ്ട്, അതിലൂടെ സംഭവിക്കുന്ന വലിയൊരു മാറ്റം. അപ്പോൾ ഇത് പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തു വലയത്തിൽ നിന്ന് ഒരാളെയെങ്കിലും ഒരു വർഷം കൊണ്ട് എൻ്റെ നിരന്തരമായ ബന്ധം കൊണ്ട്, അവനോടുള്ള എൻ്റെ സുഹബത്ത് കൊണ്ട്, അവനോടുള്ള എൻ്റെ സഹവാസം കൊണ്ട്, അവനുമായി കൊണ്ടുള്ള എൻ്റെ ഇടവഴക്കങ്ങൾ കൊണ്ട്, അവനോട് ജീവിച്ച് ഒരുമിച്ച് നിൽക്കുമ്പം എൻ്റെ ജീവിത വിശുദ്ധി കണ്ടിട്ട്, എൻ്റെ പെരുമാറ്റം കണ്ടിട്ട്, എൻ്റെ സ്വഭാവത്തിൽ കണ്ടിട്ട്, എൻ്റെ കുടുംബജീവിതം കണ്ടിട്ട്, ഞാനും അവനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ എൻ്റെ വിശ്വസ്തത കണ്ടിട്ട്, അതിൽ ഞാൻ കാണിക്കുന്ന ജീവിതത്തിൽ ഞാൻ കാണിക്കുന്ന എൻ്റെ സൂക്ഷ്മത കണ്ടിട്ട് ഒരാളെങ്കിലും ഈ സംഘത്തിലേക്ക് അണിനിരത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ പറയാൻ പറ്റും, എന്തിന് നിൻ്റെ യുവത്വം ചെലവഴിച്ചു, എന്തിനു വേണ്ടിയിട്ട് നിൻ്റെ യുവത്വം ചെലവഴിച്ചു എന്നുള്ളടത്ത് നമുക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ പരമാവധി വിശാലമാക്കുക. ഒരാളുടെ അഭിരുചി എങ്ങനെ നമുക്കറിയില്ല. ഇപ്പം തന്നെ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കച്ചവടക്കാരുണ്ട്, അധ്യാപകരുണ്ട്, ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്, ചെറുകിട സംരംഭം നടത്തുന്ന ആളുകളുണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് ആളുകളുണ്ട്. പല സ്വഭാവത്തിൽ പല ടൈപ്പിലുള്ള ആളുകളാണ്. ഞാൻ പറയുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അടച്ചു വെച്ചിട്ടില്ല.
തുറന്നിട്ടൊക്കെയാണ്. ഏത് പ്ലാറ്റ്ഫോമിലൂടെയും എങ്ങനെയെങ്കിലും ഈ സംഘത്തിലേക്ക് ഒരാളെ കൊണ്ടുവരണം. ഇത് ഉമ്മത്തിന് എത്രയും അനിവാര്യമാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ വേറൊരു ദീന് അത് പ്രൊമോട്ട് ചെയ്ത് വരുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് ഉറച്ച ബോധമുണ്ടല്ലോ, നമ്മൾ പറയുന്ന ദീൻ എന്താ, നമ്മൾ പറയുന്ന ഇസ്ലാം എന്താ, അതിൻ്റെ അടിസ്ഥാനം എന്താ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനമാണ്. അപ്പം ജമാഅത്ത് എന്താ സമൂഹത്തോട് പറയുന്നത്, ജമാഅത്ത് എന്താ സമൂഹത്തോട് പറയുന്നത്, അത് തന്നെയാണ് സോളിഡാരിറ്റി പറയുന്നത്. പക്ഷെ അത് സോളിഡാരിറ്റിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത് യുവാക്കൾ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. ഇതിൽ വിശാലമായ പ്ലാറ്റ്ഫോം, യൂത്തിൻ്റെ അഭിരുചികൾക്കനുസരിച്ചുകൊണ്ട് നമ്മളൊരാളോട് സംസാരിക്കുകയാണ്, അയാൾക്ക് സംസാരിക്കുമ്പോൾ ബോധ്യപ്പെടാണ് അയാൾക്ക് പുതിയ കാലത്തെ കലയോടും പുതിയ കാലത്ത് ഇവിടുത്തെ സാഹിത്യങ്ങളോടും ഇവിടുത്തെ ഇത്തരം സംവിധാനങ്ങളോടാണ് താല്പര്യമെങ്കിൽ നമ്മൾ ചിന്തിക്കും അയാളെ ഏത് സ്വഭാവത്തിലാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമായിട്ട് അടുപ്പിക്കുക. വേറെ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എൻജിനീയറാണ്, ഡോക്ടറാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ബിസിനസ് രംഗത്താണ്, സംഘടനാ രംഗത്ത് കുറച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ കയ്യിലുണ്ട് വിശാലമായ സ്വഭാവത്തിൽ. ഓരോ നാട്ടിലും തെരുവ് പ്രദേശത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ യൂത്തിൻ്റെ വൈബ് എന്ന് പറയുന്നത് വ്യത്യസ്ത സ്വഭാവത്തിലാണ്. ആ വൈബിനെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇപ്പം അള്ളാഹ് അനുഗ്രഹിച്ചിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനുണ്ട്. പക്ഷെ നമ്മളങ്ങനെ തുറക്കുന്നില്ല. അപ്പം അത് വിശാലമാക്കി കൊടുക്കുക, സാധ്യമാകുന്നിടത്തോളം വിശാലമായിട്ട്. നമ്മൾക്ക് വലിയ ആഗ്രഹമുണ്ട് കേരളത്തിൽ എണ്ണം കൊണ്ട് തന്നെ ഏറ്റവും സ്ട്രോങ് ആയിക്കൊണ്ടുള്ള സംവിധാനമായിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മാറണം. ഇതിലേക്ക് ആളുകൾ ഇങ്ങനെ കറങ്ങി വരണം. നമ്മുടെ പ്രാദേശിക സംവിധാനങ്ങൾ ശക്തിപ്പെടണം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഈ വരുന്ന ആളുകൾ 300 ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഈ 300 ആളുകൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മതി. എൻ്റെ നാട്ടിൽ എല്ലാ ആഴ്ചയിലും 10 മിനിറ്റെങ്കിലും ഇരിക്കുന്ന സ്വഭാവത്തിൽ, അവിടുത്തെ യൂത്തിനെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന സ്വഭാവത്തിൽ അതിന് ഞാൻ നേതൃത്വം നൽകും. ഒരു പക്ഷേ ഞാൻ യൂണിറ്റ് പ്രസിഡൻ്റ് ആയിരിക്കില്ല, ഇവിടെ വന്നവരെല്ലാവരും യൂണിറ്റ് ഭാരവാഹികളാവണമെന്നില്ല. പക്ഷെ ഇവിടെ വന്നത് ഈ യൂത്ത് സമ്മിറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കോർ ടീമാണ്. നമ്മൾ തീരുമാനിച്ചാൽ മതി. ഇനിയിപ്പോൾ എല്ലാ ആഴ്ചയും ബുദ്ധിമുട്ടില്ല, 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ആ പ്രദേശത്തെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് നമ്മളൊന്ന് ഇരിക്കുന്നു. ഈ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ട് നമുക്ക് അതിൽ യക്കീന് വേണം. എൻ്റെ പരലോകവും എൻ്റെ ഇഹലോകവും എനിക്ക് സംതൃപ്തകരമാക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് സോളിഡാരിറ്റി. അതിന് ഒരു സംശയവും നമുക്കില്ല. എൻ്റെ പരലോകത്തിൽ എനിക്ക് വിജയിക്കണം. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താ, ഈ സമയത്ത് നിങ്ങൾ എടുത്തു നോക്കി. നമ്മൾ പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് 1-2 കേസ് ഈ വർഷത്തിൻ്റെ ഇടയിൽ തന്നെ 1-2 കേസുണ്ട്. ഒന്ന് നമ്മളെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സോളിഡാരിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ, സോളിഡാരിറ്റിൻ്റെ ആ എയർപോർട്ട് മാർച്ച് ഇല്ലായിരുന്നുവെങ്കിൽ, വഖഫ് പ്രക്ഷോഭ വിഷയത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഏകദേശം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നടത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളില്ലായിരുന്നുവെങ്കിൽ, വഖഫ് വിഷയത്തിൽ നമ്മൾ ഇറക്കിയിട്ടുള്ള നമ്മുടെ കൈപുസ്തകം ഇവിടെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. എയർപോർട്ട് മാർച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനം എന്താ സമൂഹത്തിൽ? പല വിമർശനങ്ങളുണ്ടാവും, അത് നമ്മുടെ ഒരു വിഷയമല്ല ഇപ്പോൾ. അതേസമയം ആ വിഷയം ഇവിടെ വേറെ ഏതെങ്കിലും സമുദായ സംഘടനകൾ അങ്ങനെ ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ MI സാഹിബിൻ്റെ സംസാരത്തിൽ വന്നില്ല, ഇസ്ലാമോഫോബിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഒരു ഊന്നലുണ്ടാവുമല്ലോ. കഴിഞ്ഞ 10-15 വർഷത്തിൻ്റെ അടുത്തായി ഈ രാജ്യത്ത് തീവ്ര ഹിന്ദുത്വവാദികളുടെ കയ്യിലാണ് നമ്മുടെ ഭരണകൂടമുള്ളത്. നമുക്കറിയാം, ജനാധിപത്യത്തെ മാനിക്കാത്ത, ഇവിടുത്തെ ഭരണഘടനയെ തന്നെ മാനിക്കാത്ത വിധത്തിൽ തീവ്ര ഹിന്ദുത്വവാദികളാണ് രാജ്യത്ത് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം. മംഗലാപുരത്തെ ആൾക്കൂട്ട കൊലപാതകത്തിൽ അഷ്റഫിൻ്റെ വിഷയത്തിൽ സോളിഡാരിറ്റി എടുത്തൊരു ത്യാഗം. അന്ന് സോളിഡാരിറ്റി അവിടെ എത്തിപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അഷ്റഫിന് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നഷ്ടപരിഹാര തുക കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഓരോ വിഷയവും ഇപ്പോൾ നമ്മൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബി. ഇനി ഇസ്ലാമോഫോബിനെ എടുത്ത് നോക്കിയാൽ, പണ്ടൊക്കെ ഇസ്ലാമോഫോബി എന്ന് പറയുമ്പം അതൊരു വലിയ
ഈ വലിയ അക്കാദമിക് സെഷനുകളിലെ ഡിബേറ്റുകളായിട്ട് വന്നിരുന്നൊരു വിഷയമായിരുന്നു ഇസ്ലാമോഫോബിയ. ഇപ്പോൾ ഏത് അങ്ങാടിക്ക് ഇറങ്ങിയാലും ഏത് ചാനൽ എടുത്തിട്ട് നിങ്ങൾ തുറന്നു നോക്കിയാലും ഒരു ചാനൽ ചർച്ച കഴിഞ്ഞ ഉടനെ അടുത്ത് വരുന്ന കമൻറ്റ്, മാത്രമല്ല ഇതിനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഏറ്റെടുത്തു. നമ്മളല്ലാത്തൊരു കമ്മ്യൂണിറ്റി നിരന്തരമായിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആശയത്തെ അതെങ്ങനെയാണ് അപകടം ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ ഇസ്ലാമോഫോബിയക്ക് വേണ്ടിയിട്ടുള്ള ഡിബേറ്റുകൾ ഇവിടെ നടക്കുകയും സാധാരണ മനുഷ്യർ പോലും ഇസ്ലാമോഫോബിയ പറയുന്നൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾഡാറ്റ് ഉണ്ടാക്കിയൊരു മാറ്റം. നമുക്ക് സമൂഹത്തിൽ ചിലത് ചെയ്യാനുണ്ട്. ആ ചെയ്യുന്ന വ്യക്തികളെ നിലക്ക് ഞാനും നിങ്ങളും അടക്കം നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത, നല്ല ഊക്കുള്ള, കാന്തും കാമ്പലുള്ള, മനസ്സിലൊരു ഇളക്കല്ലാത്ത, വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് വരുന്നൊരു സാമൂഹിക ഇടപെടലാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തുന്നത്. അതിലൊരു കോംപ്രമൈസിനും നമ്മൾ സന്നദ്ധല്ല. നമ്മുടെ സമൂഹ മധ്യത്തിൽ നമ്മൾ നിൽക്കും. ഏറ്റവും ഈ കാലഘട്ടത്തിലെ ഏറ്റവും കാമ്പും കാതലായ യുവാക്കൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ നിൽക്കും. അവിടെ നിന്നിങ്ങോട്ട് നേരത്തെ സജീർ സാഹിബ് പറഞ്ഞല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും സക്കരിയനെ നമ്മൾ ഇറക്കിക്കൊണ്ടുവരും എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് എത്രയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും നമ്മൾ മുന്നോട്ട് പോകും. റഹ്മാൻ സാഹിബ് ഇവിടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ ശരിക്കും ആലോചിച്ചാൽ നമ്മൾ ഉറക്കനെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ 36 വയസ്സുള്ള ആൾക്കാരൊന്ന് കൈയൊക്കി കാണി. 36 വയസ്സുള്ള ആളുകൾ. ഞാനിപ്പോൾ 36 കഴിഞ്ഞു. ഒരു 19 വയസ്സിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി നോക്കിയാണ്. 19 വയസ്സിലേക്ക് നിങ്ങൾ മടങ്ങി. 19 വയസ്സ് മുതൽ 36 വയസ്സുള്ള ഒരു 17 കാലം നിങ്ങൾ വെറുതെ ഒന്ന് ഫ്ലാഷ് അടിച്ചാണ്. 19-ാം വയസ്സിൽ ഒന്നില്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം, 21-ാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിയുന്ന കാലം, ഹയർ സ്റ്റഡിക്ക് പോകുന്ന കാലം, 25-ലേക്ക് എത്തി ജീവിതത്തിൽ കുറച്ചൊരു പ്രാരാബ്ധങ്ങളും ജോലി അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്ന കാലം, 26, 27 വിവാഹം കഴിക്കണ കാലം, 29, 30 കുഞ്ഞുണ്ടാകണ കാലം, 30, 31 ആകുമ്പോൾ കുറച്ചും കൂടി പുതിയ സ്റ്റാർട്ടപ്പ്, പുതിയ ജോലി, പുതിയ വികാസങ്ങളിലേക്ക് തേടിപ്പോകുന്ന കാലം, പ്രവാസം ആരംഭിക്കുന്ന കാലം, വീടുണ്ടാക്കണ കാലം, സ്റ്റാർട്ടപ്പ് തുടങ്ങണ കാലം, നല്ലൊരു ജോലിയിലേക്ക് നമ്മൾ സെറ്റിലാവാൻ ശ്രമിക്കുന്നൊരു കാലം. 36-ലെത്തുമ്പോൾ ഇപ്പോൾ ഈ 36 ആളുകൾക്ക് എത്ര മക്കളായി? അവരുടെ ഭാര്യമാരവിടെ? 36 സ്വന്തം വീടച്ച ആളുകളൊന്ന് കൈയൊക്കി കാണി. 36 സ്വന്തം വീടച്ച ആളുകൾ. 19-ാമത്തെ വയസ്സിൽ തിരൂര് ഷോപ്പിൽ നിന്ന് കൊണ്ടുപോയൊരു ചെറുപ്പക്കാരൻ, മുസ്ലിം ചെറുപ്പക്കാരൻ. ഒരു നേരെങ്കിലും നമ്മൾ അവനോ ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഒരു നേരെങ്കിലും? കത്തിച്ചാൽ ഒരു കേസുമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ കേസ് സ്റ്റഡി മുഴുവൻ നമ്മൾ പഠിച്ചതാണ്. സക്കരിയയുടെ കേസ് സ്റ്റഡിയിൽ ചിപ്പ് കൊടുത്തു എന്നുള്ളതാണ്. അതായത് സിമ്മ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ സക്കരിയ ആ ഷോപ്പിൽ വന്നൊരാൾ ചോദിച്ചപ്പോൾ സിമ്മ് കൊടുത്തു, അയാളത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഷോപ്പ് നടത്തുന്ന ആൾക്കറിയാം, ഒരു സെയിൽസ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫായിട്ടോ നമ്മൾ വെക്കും. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഒരാൾ വരും കേട്ടോ, ഈ കാശൊന്ന് എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ സ്റ്റാഫ് എടുത്തു കൊടുക്കുമല്ലോ. ഈ പണിയാണ് ആര് ചെയ്തത്? സക്കരിയ ചെയ്തത്. അതും കൊണ്ടോട്ടിയിൽ കുറച്ച് മാസമാണ് കൊണ്ടോട്ടിയിൽ വർക്ക് ചെയ്തത്. പിന്നെ വർക്ക് ചെയ്യുന്നത് തിരൂരാ. ഫെബ്രുവരി 5-ാം തീയതി തിരൂര് മൊബൈൽ ഷോപ്പിൽ നിന്നാണ് ഇപ്പം വിടാമെന്ന് പറഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോണത്. 6-ാം തീയതിയാണ് ബാംഗ്ലൂർ കൊണ്ടുപോണത്. 7-ാം തീയതിയാണ് 2009 ഫെബ്രുവരി 7-ാം തീയതിയാണ് കേസ് ഫയൽ ചെയ്യണത്. തുടർച്ചയായിട്ട് 7 വർഷം പിന്നെ പരപ്പനയിലാണ്. 7 വർഷത്തിന് ശേഷമാണ് ആദ്യ ജാമ്യം കിട്ടുന്നത് അനിയൻ്റെ വിവാഹത്തിന്. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ജ്യേഷ്ഠൻ്റെ മരണത്തിന് ജാമ്യം കിട്ടുന്നത്. ഈ ജാമ്യം കിട്ടാൻ 14 ദിവസമോ 10 ദിവസമോ ഒന്നുമല്ല, മാക്സിമം 3 ദിവസം. ഒരു ദിവസം വരാൻ, ഒരു ദിവസം കഴിയാൻ, ഒരു ദിവസം തിരിച്ചു പോകാൻ. ഒരു ജാമ്യത്തിന് വേണം 3-4 ലക്ഷം. കാരണം വെച്ചാൽ UAPA പ്രതിയാണ്, ഭയങ്കര ക്രിമിനലാണ്. അങ്ങനെയുള്ള കൊണ്ടുവരിക. പോലീസും പട്ടാളം സംവിധാനം ഉണ്ടാവും. പരപ്പനങ്ങാട് എത്തിയായി പോലീസുകാരെ മുഴുവൻ തീറ്റിപ്പോറ്റണം, അവർക്ക് റൂം എടുത്ത് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഇപ്പം ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ചിലവുള്ള കാര്യമാണ്. ഇപ്പോൾ 36 വയസ്സ് കഴിഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട്. പോയിങ്ങനെ കണ്ടപ്പോൾ സാധാരണഗതിയിൽ കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം എന്താ വെച്ചാൽ അവർ ജയിൽ തടവറയിലാണെങ്കിൽ പോലും നന്നായിട്ട് ഹിന്ദി സംസാരിക്കും, നന്നായിട്ട് കേസ് ഇനിയൊരു പരീക്ഷ അറ്റൻഡ് ചെയ്താൽ വേണമെങ്കിൽ LLB സർട്ടിഫിക്കറ്റ് കൊടുക്കാം. വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ കേസ് അങ്ങനെ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് ഇംഗ്ലീഷ് പറയും.
പക്ഷെ ഇപ്രാവശ്യം പോയപ്പം കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ജയിലിൽ നിന്ന് ഭക്ഷണമല്ല. നമ്മൾ സോൾഡാറ്റി അതിൽ കേസ് ഇത് നിരപരാധിയാണ് സക്കരിയ, മറ്റുള്ള ആളുകളുണ്ട്, UAP തടവുകാർ ഇഷ്ടം പോലെ അതിലുണ്ട്. ബാംഗ്ലൂർ കേസിൽ തന്നെ, സ്ഫോടന കേസിൽ തന്നെ ധാരാളം ആളുകളുണ്ട്. പക്ഷെ അതുപോലെയല്ല സക്കരിയ അതിൽ പൂർണ്ണമായിട്ട് നിരപരാധിയാണ്. കണ്ണൂരുള്ള ഷമീറും അതിൽ നിരപരാധിയാണ്. പക്ഷെ അവർ രണ്ടുപേരും ഇറക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് സോൾഡാറ്റിയുടെ ഒരു ദൗത്യമാണ്. ലോകത്ത് ഇസ്ലാമോഫോബിയ അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഇതെവിടെ നമുക്കറിയാലോ, 2009 എവിടെ പൊട്ടിയാലും മുസ്ലിം തീവ്രവാദികളാണ്. സംജോത എക്സ്പ്രസ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ബോംബെ സ്ഫോടനങ്ങൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ പിന്നിൽ നടന്നൊരു വലിയ ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചനയുടെ ഇരകളാണ് യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ സ്ഫോടനം. ഇപ്പോൾ ഭരണകൂട ഭീകരതയുടെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ പരപ്പനങ്ങാടി പോയി നോക്കിയാൽ മതി. 2009 മുതൽ പരപ്പനങ്ങാടിയിൽ തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. പരപ്പനങ്ങാടി മഹല്ലിൽ, സംയുക്ത മഹല്ലിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ഭീകരവാദി, മുസ്ലിം ഭീകരവാദി ഉണ്ടായോ എന്ന് അന്ന് മഹല്ലിലെ ഉത്തരവാദപ്പെട്ട ഇമാം അന്നോടെ പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം ആർക്കും പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്. ഇവിടെയാണ് ഏകദേശം 2014-15 ആവുമ്പോൾ സോൾഡാറ്റി കടന്ന് എന്നിട്ട് പറഞ്ഞത് സക്കരിയ തീവ്രവാദിയല്ല, നിരപരാധിയാണ്. സോൾഡാറ്റി എന്ന് പറയുന്ന ഈ മൂവ്മെൻ്റ് ഇല്ലായിരുന്നുവെങ്കിൽ സക്കരിയ ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല. കാലാകാലം കഴിയേണ്ടി വരും, ജാമ്യം പോലും കിട്ടൂല. ഈ 2 ജാമ്യവും, അനിയൻ്റെ കല്യാണത്തിന് വന്നതും ജ്യേഷ്ഠൻ്റെ മരണസമയത്ത് വന്നതും ഉമ്മാക്ക് സ്ട്രോക്ക് വന്നിട്ട് ഉമ്മാനൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതും, ഈ 3 ജാമ്യമുണ്ട്. ഈ 2 ജാമ്യം സോളിഡാരിറ്റിയുടെ പൂർണ്ണ ചെലവിൽ വന്നതാണ്. ഇത് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ നടത്തുക? ഇപ്പം നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ രാത്രി പ്രാർത്ഥനയിൽ ഒറ്റ ആവശ്യം സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, പേരെടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരനെ നമ്മൾ വെച്ചിട്ട് ആലോചിച്ചാൽ മതി. 19ാമത്തെ വയസ്സിൽ നമ്മൾ അറസ്റ്റിലായാൽ 36 വയസ്സുള്ള ഘട്ടം എങ്ങനെയാണ് നമ്മളത്? കല്യാണം നടന്നിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ, ഇഹലോകത്തു നിന്ന് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ കാണല്ലോ, ഭാര്യ ഉണ്ടാവുക, മക്കളുണ്ടാവുക, പഠനം പൂർത്തിയാവുക, എന്തെങ്കിലും കച്ചവടം തുടങ്ങുക, എന്തെങ്കിലും ജീവിക്കുക. ഇതൊന്നും ഈ ചെറുപ്പക്കാരനുണ്ടായിട്ടില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വർണ്ണമുള്ള വസന്തകാലം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കറിയാം, റഹ്മാൻ സാഹിബ് ഇപ്പോൾ ബാംഗ്ലൂർ തന്നെയാണുള്ളത്. അതിനു വേണ്ടിയിട്ട് എന്ത് ശ്രമം നടത്തേണ്ടി വന്നാലും അത് മുഴുവൻ നമ്മൾ നടത്തി പൂർണ്ണ മുക്തരായിക്കൊണ്ട് ഒന്നുമില്ലാത്ത വിധത്തിൽ തന്നെ ഇറക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിനോട് സോളിഡാരിറ്റി ചെയ്യുന്നൊരു വലിയ ദൗത്യമായിട്ട് നമ്മൾ നിർവഹിക്കും. നമുക്കെല്ലാവർക്കും അതിൽ പങ്കുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളും അതിൽ പങ്കുണ്ട്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചില കാര്യങ്ങൾ തേടെടുക്കാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാരെ നമ്മൾ സംഘടിപ്പിക്കുന്നത്, സ്വർഗത്തിന് വേണ്ടി. പക്ഷെ നമ്മുടെ സംഘടനത്തിലൊരു വൈവിധ്യമുണ്ട്. നീതിക്ക് വേണ്ടി, ഇവിടുത്തെ നന്മയ്ക്ക് വേണ്ടി ചെറുപ്പക്കാർ ആ സ്വഭാവത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് വളർത്തിയെടുക്കുക. ആ സ്വഭാവത്തിൽ ചെറുപ്പക്കാരെ നമ്മൾ വളർത്തിയെടുക്കുക, അവർക്ക് ദിശ നിർണ്ണയിച്ചു കൊടുക്കുക. അതിനുണ്ടാകുന്ന എല്ലാ സാധ്യതകളെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ തെരുവിൽ സോളിഡാരിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്തം കൂടി നമുക്കാണ്. നമ്മുടെ പ്രദേശത്ത്, ഞാനും നിങ്ങളും വളരുന്ന പ്രദേശത്ത് അവിടുത്തെ ഏറ്റവും നല്ല യുവജന പ്ലാറ്റ്ഫോം ഏതാന്ന് ചോദിച്ചാൽ അത് സോളിഡാരിറ്റി യൂത്ത്. ഇന്നാളെ കണ്ടില്ലേ, 5 ആളുണ്ടാവുള്ളൂ, ഏറിയ ഒരു 6 ആളുണ്ടാവുള്ളൂ, 10 താഴെ ആളുകൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ 10 താഴെ ആളുകളും ആ പ്രദേശത്ത് ഇങ്ങനെ തലയുയർത്തി നിന്നാൽ, സോളിഡാരിറ്റിയെ പ്രതിനിധീകരിച്ചാൽ, അവരുടെ പള്ളിയിൽ ഹാജരായാൽ, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ, അവിടുത്തെ സോഷ്യൽ ആക്ടിവിസങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ, അവിടുത്തെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയാൽ, അവിടുത്തെ യുവാക്കളെ സംഘടിപ്പിക്കുന്നിടത്ത്, ദീനീപരമായി സംഘടിപ്പിക്കുന്നിടത്ത് നേതൃത്വം നൽകിയാൽ ആ പ്രദേശം ഉണരും. തിരക്കാണ് നമുക്ക്. പക്ഷേ നേരത്തെ MA സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുൻഗണനകൾ ഇത് വരണം. എൻ്റെ നാട്ടിൽ സോളിഡാരിറ്റിക്ക് ഒരു തളർച്ച വന്നാൽ, എൻ്റെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് ഒരു തളർച്ച വന്നാൽ, ഒരു ഉന്മേഷം കെട്ടുപോയാൽ, സജീവത ഇല്ലാതായിപ്പോയാൽ ഞാനും കൂടി പടച്ചവനോട് ഉത്തരം പറയേണ്ടി വരും എന്നൊരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ധാരാളം നമുക്ക് നിർവഹിക്കാനുണ്ട്.
നമുക്കറിയാൻ പറ്റില്ലോ, ധാരാളം നിർവഹിക്കാനുണ്ട്. പല സ്വഭാവത്തിൽ നമുക്ക് സംഘടനാ ആക്ടിവിസങ്ങൾ നമുക്ക് കൊണ്ടുവരാനുണ്ട്. UAPA കേസ് തന്നെ സോളിഡാരിറ്റി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കേസാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, പുതിയ ലിബറൽ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെയും ചേർത്ത് നിർത്തിയിട്ടില്ല എങ്കിൽ അടുത്തൊരു തലമുറയിൽ നമ്മുടെ മക്കൾ എന്താവും എന്നുള്ളത് നമ്മളെല്ലാവരും നന്നായിട്ട് ആലോചിക്കേണ്ടുന്നൊരു കാര്യമാണ്. കാരണം കുടുംബം വേണ്ട, ഇതാണല്ലോ നമ്മുടെ മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മിക്സഡ് ക്യാമ്പസിൽ നിന്ന് മക്കൾ അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, മക്കൾ അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ മക്കളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന വലിയ ദൗത്യം. പാരൻറ്റിങ്, പുതിയ കാലഘട്ടത്തിലെ പാരൻറ്റിങ് എങ്ങനെയായിരിക്കണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കേണ്ടുന്നൊരു ബാധ്യത നമുക്കുണ്ട്. കാഴ്ചപ്പാടുകൾ മാറുന്നു, പല ആളുകളുടെയും ചിന്താരീതി മാറുന്നു. അതനുസരിച്ച് ഇസ്ലാമിൻ്റെ തനിമയോട് കൂടിയിട്ട് ഈ ഇസ്ലാമിനെ നമ്മുടെ നാട്ടിൽ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നൊരു ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട്. ചെറുപ്പക്കാർ വഴിപത്തിനോടത്ത് നമുക്ക് ആശങ്കയുണ്ട്, പ്രയാസമുണ്ട്, വലിയ ബേജാറുണ്ട്. ആ ചെറുപ്പത്തെ നമ്മളൊന്നൊത്ത് നന്നായിട്ട് നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക എന്ന് പറയും നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനമാണ്. വിശാലമായ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, വിശാലമായ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. നമുക്കറിയാം നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ പല സ്വഭാവത്തിലുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിഭാഗതികളും സ്പർദ്ധയും ഒക്കെ നിലവിലെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണെന്നുള്ളത് ചോദിച്ചാൽ വിശാലമായ സാഹോദര്യ ബന്ധമാണ്. വരുന്ന നോമ്പാണ്. നോമ്പിൻ്റെ സമയത്ത് നാട്ടിൽ തന്നെ സാഹോദര്യ സ്വഭാവത്തിലുള്ള സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന പ്ലാറ്റ്ഫോമായിട്ട് സോളിഡാരിറ്റി മാറുക. അവിടുത്തെ കീഴാളിനെയും അവിടുത്തെ താഴെത്തട്ടിലുള്ള ആളുകളെയും ചേർത്ത് പിടിക്കുന്ന, നമുക്കറിയാൻ പറ്റുമല്ലോ ഇവിടുത്തെ സമുദായ സാമൂഹിക വിഭാഗങ്ങൾ ധാരാളമുണ്ട്. നമ്മെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ധാരാളം ഒരുപാട് സാമൂഹിക വിഭാഗങ്ങളുണ്ട്. അവരെ ചേർത്ത് പിടിക്കുക, അവരോടൊപ്പം ചേർത്ത് നിന്ന് നാട്ടിലെ നന്മയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ്മകൾ രൂപം നൽകുക. അങ്ങനെ വിശാലമായൊരു പ്ലാറ്റ്ഫോം നമ്മൾ രൂപീകരിക്കുക. ഇസ്ലാമോഫോബിയെ ചെറുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താൻ പറ്റുമോ ആ ശ്രമങ്ങൾക്കൊക്കെ നമ്മൾ തന്നെ ശ്രമം നടത്തുക. അതേസമയം തന്നെ മുസ്ലിം യുവാവ് എന്ന നിലക്ക് നമുക്ക് ചില ദൗത്യം കൂടിയുണ്ട്. ഒന്ന്, ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്, ധാർമ്മിക വിശുദ്ധിയാണ്, സാമ്പത്തിക വിശുദ്ധിയാണ്, സ്വഭാവ പെരുമാറ്റങ്ങളിലെ മഹിമയാണ്, അള്ളാഹിനോടുള്ള പേടി. വശാബുൻ നശഅഫി ഇബാദത്തില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ ഉണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് വഫാലത്തൈനാഹു, ഒറ്റക്കിരിക്കുമ്പം അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരു യുവസംഘം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അപ്പോൾ അള്ളാഹുവിനെ വെച്ച് അതുപോലെ തന്നെ നമ്മുടെ ദൗത്യം മനസ്സിലാക്കി, നമ്മുടെ ഇടപെടലുകൾ മനസ്സിലാക്കി, നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം എന്ത് എന്ന് ബോധ്യപ്പെടുത്തി നമ്മുടെ സംഘത്തെ ചേർത്ത് നിർത്തുന്നൊരു വലിയ വിശാലമായ പ്ലാറ്റ്ഫോമായിക്കൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മാറണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. അതിനുള്ള എല്ലാ സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ ജോലി സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ പ്രദേശങ്ങൾ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ എന്തൊക്കെ കോണ്ടാക്ട്സിലുണ്ടോ ആ കോണ്ടാക്ട്സ് മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കയ്യിലുള്ളതിനെ നമ്മൾ പരത്തി വിശാലമാക്കി കൊടുത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാറ്റ് വിത്ത് ലീഡർ എന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല സംസാരിക്കുന്നത്, കുറേ നിങ്ങൾക്ക് അന്വേഷിക്കാനും സംസാരിക്കാനും ചോദിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള അവസരം കൂടിയാണ് ഞാൻ ചില ഫ്രെയിം നിലവിൽ സോളിഡാരിറ്റിയുടെ ഇടപെടൽ മേഖലകൾ ഒക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് അതൊന്ന് രൂപപ്പെടുത്തിയെന്ന് മാത്രമുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വർഷം, ഈ 2026 വർഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോടുകൂടി ചില ഇടപെടലുകൾ കൂടി നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ജയിൽ ആക്ടിവിസം, നമുക്കറിയാം പുതിയ കാലത്ത് ധാരാളം ചെറുപ്പക്കാർ പല കേസുകളിൽ ജയിലിൽ കടന്നുകൂടുന്ന പല ആളുകളുണ്ട്. അവരങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ കാലത്തെ യൂത്തിൻ്റെ വൈബിനനുസരിച്ചുകൊണ്ട് യൂത്ത് കഫേ നമ്മൾ നന്നായിട്ട് ചെയ്യണം, കുറച്ചും കൂടിയും പ്രാദേശികതലത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. പരിശുദ്ധ റമളാനാണ് വരാനിരിക്കുന്നത്. റമളാൻ നമുക്കറിയാം ഒരു മുസ്ലിം യുവാവിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം, അതുമല്ലെങ്കിൽ ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈമാനികമായ ഒരു ഉണർവുള്ള സമയമാണ്. ആ സമയങ്ങളിൽ നമ്മുടെ അവിടുത്തെ യുവാക്കളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്ന കണക്റ്റിംഗ് ഖുർആൻ പ്രോഗ്രാം നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം വൈവിധ്യമുള്ള, വ്യത്യസ്തതയുള്ള, കുറച്ചും കൂടി ആകർഷണീയതയുള്ള വ്യത്യസ്ത പരിപാടികൾ വരും നാളുകളിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ അതുണ്ടാവണം. ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നേതൃത്വം വഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ വിശാലമായൊരു പ്ലാറ്റ്ഫോമായിക്കൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.